എന്തൊരു കാര്യത്തിലും നല്ല തിരിച്ചടികൾ ഉണ്ടാവാം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് കൂടുതൽ പ്രശ്നങ്ങളാവുന്നത് എങ്ങനെയാണെന്നറിയോ? അത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒതുങ്ങാതെ വേറെ ഉള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് റിയാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഒരുപാട് അതിജീവിക്കാൻ നമുക്ക് തന്നെ പറ്റത്തില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ പോലും നമ്മൾ വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഓരോ നിമിഷവും നമ്മുടെ ഈ സമയം നല്ല ഫാസ്റ്റായിട്ട് തന്നെ കടന്നു പോകും. ചിലപ്പോൾ ദുഃഖമുള്ള സമയം കുറച്ച് സ്ലോ ആണെങ്കിലും ഇന്നത്തെ നിമിഷം ഇതേ നിമിഷം നാളെയും ഉണ്ടാവണമെന്നില്ല. നാളെ ചിലപ്പം നല്ല രീതിയിലുള്ള ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നല്ലൊരു ദിവസമായിരിക്കും നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നല്ല ദിവസമാണെങ്കിൽ പോലും നല്ല ദിവസം എന്നും കാത്തിരിക്കണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നല്ല ദിവസം മാറി ഇന്ന് നല്ല ദിവസമാണെങ്കിൽ നാളെ ചീത്ത ദിവസമാണ്, നാളെ ചീത്ത ദിവസമാണെങ്കിൽ മറ്റന്നാൾ നല്ല ദിവസമാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മൊത്തം പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് നാൾ പൊളിഞ്ഞു കിടക്കുന്ന, ഒട്ടുമില്ലാതെ താഴെ തട്ടി കിടക്കുന്നതൊക്കെ ഒറ്റയടി കയറി ഏറ്റവും ടോപ്പിൽ എത്തുന്ന കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ആ താഴെ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ തലേ കൈ വെച്ച് എന്തോ ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഒറ്റയടിക്ക് മേടി കയറി പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ പറയുക, ഒരു ഭാഗ്യം എപ്പോഴും ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് ഇന്നുണ്ടെങ്കിൽ നാളെ കാണത്തില്ല, നാളെ ഉണ്ടെങ്കിൽ മറ്റന്നാൾ കാണത്തില്ല, ആ ഒരു റേഞ്ചിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കില്ല്, നമ്മൾക്ക് സ്വന്തമായിട്ട് ദൈവം തന്ന കഴിവുകളെല്ലാം നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നമുക്ക് എപ്പോഴും സക്സസ്സിലേക്ക് തന്നെ നമ്മളെ നയിക്കും.